വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാ, വസ്തഈനൂ, നിങ്ങൾക്ക് മാനസികമായ ദുഃഖങ്ങളുണ്ടോ, സംഭ്രമത്തെ എന്നെ കേൾക്കാമെന്നവര്, അതല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാര്, ആർക്കാണ് സങ്കടമില്ലാത്തത്, ആർക്കാണ് ദുഃഖമില്ലാത്തത്? ഈ മദ്രസാ ഹാളിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രതികൂല കാലാവസ്ഥയിലും വീട് പൂട്ടിയിട്ട് ഈ വഴലിന് വന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഞാൻ ചോദിക്കുകയാ, നിങ്ങളിൽ ആർക്കാണ് മാനസിക വ്യഥയില്ലാത്തത്? ആർക്കാണ് വ്രണത ഹൃദയമില്ലാത്തത്? ആർക്കാണ് വ്യഥിത ഹൃദയമില്ലാത്തത്? ഓരോരുത്തർക്കും അവരുടേതായ നീറ്റലുകളും വേദനകളും ഉണ്ടല്ലോ. ഹൃദയത്തിലെ കീറലുകളും പോറലുകളും ഇല്ലാത്തവരാരാ? മനസ്സംഘർഷമില്ലാത്തവരാരാ? പരിഹാരം അല്ലാഹ് പറഞ്ഞില്ലേ? ദുർമന്ത്രവാദികളുടെ മുമ്പിൽ ചെന്നിട്ട് അവര് പറയുന്നത് പോലെ ചെയ്യലല്ല. ഒരു കഷ്ണം കയറ് തുമ്പെടുത്തിട്ട് കഴുപ്പിലണിഞ്ഞിട്ട് മരച്ചില്ലയിൽ കെട്ടിത്തൂക്കിയിട്ട് മരിക്കലല്ല. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ ചെന്നിട്ട് തന്റെ കഴുത്ത് ആ പാളത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കലല്ല. വിഷം കഴിച്ചിട്ട് മരിക്കലല്ല. അതൊന്നും പ്രിയപ്പെട്ടവരെ പരിഹാരമല്ല. അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് കഴിയലാണ്. ആ ജീവിതം എങ്ങനെയാണ്? അല്ലാഹ് പറയുന്നു, വസ്തഈനൂ, ഇസ്തിആനത്ത് എങ്ങനെയാണെന്നറിയോ? സഹായം തേടേണ്ടത് എങ്ങനെയാണെന്നറിയോ? കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കൊടുനീര് കൊടുക്കുന്ന പടച്ചതമ്പുരാ, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ചലനനിശ്ചലനങ്ങളും ഗതിവിഗതികളും എല്ലാം അറിയുന്ന അല്ലാഹ്, ആ പടച്ചതമ്പുരാന്റെ മുന്നില് നമ്മുടെ സങ്കടങ്ങൾ അങ്ങ് ബോധിപ്പിക്കുക എങ്ങനെയാണ്? ബിസ്സബ്രി വസ്സലാ. പെങ്ങളെ, 1000 വട്ടം ഞാൻ പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് സങ്കടത്തിലാണോ? പൊന്നുമക്കള് ഏതെങ്കിലും നിലയിൽ വിദ്യാഭ്യാസത്തില് പിന്നിലാണോ? നിന്റെ വീട്ടില് ആവശ്യത്തില് ഏതെങ്കിലും നിലയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ? അതിനുള്ള പരിഹാരം എന്തെന്നറിയോ? എല്ലാവരും കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയില് നീ ഒളുവ് ചെയ്യുക, എന്നിട്ട് മുസല്ല വിരിക്കുക, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹ് പടച്ചവരെ, എല്ലാവരും ഉറക്കത്തിലാ, എല്ലാവരും ഉറക്കത്തിലാ, ഈ നാട്ടുകാർ മുഴുവനും ഉറക്കത്തിലാ, ഈ വീട്ടിലുള്ളവരെല്ലാവരും ഉറക്കത്തിലാ. ഇപ്പോൾ ഈ രാത്രി ഉണർന്നിരിക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് നമസ്കാരപ്പായയിൽ ഒളുവ് ചെയ്തുകൊണ്ട് നിസ്കാര കുപ്പായം ധരിച്ച് ഞാനാണ്. മറ്റൊന്ന് ഉറക്കമില്ലാത്ത സുബ്ഹാനമല്ലായനാമു വലാ യസ്ഹൂ, ഉറക്കവും മറതിയുമില്ലാത്ത പടച്ചവനെ നീയും മാത്രമാ. അതുകൊണ്ട് എന്റെ സങ്കടമൊന്ന് കാണണേ എന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ട് അല്ലാഹു തന്ന പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കൽ കൊണ്ടും റബ്ബിന്റെ സഹായം തേടുക. സബർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് എന്നിട്ട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരു സാമ്പത്തിക കടം വരുമ്പോൾ, ഒരു മാനസിക വ്യഥ വരുമ്പോൾ, ഒരു ശാരീരികമായ രോഗം വരുമ്പോ എന്തുകൊണ്ടാ നിനക്ക് രാത്രി എഴുന്നേറ്റ് സങ്കടങ്ങൾ അല്ലാഹുവോട് പറയാൻ കഴിയാത്തത്? അതിനും അല്ലാഹു കാരണം പറഞ്ഞു, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭയഭക്തർക്കല്ലാതെ ഇത് പ്രയാസം തന്നെയാ. ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ നടുവിൽ എഴുന്നേറ്റിരും അല്ലാഹുവിനു വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത് ഖാശിഈങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ ഖാശിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുശൂ ഉള്ളിലാണ്. അത് പുറം മൂച്ചല്ല, പുറമേനിയല്ല, ആളുകളെ കാണിക്കുന്ന പ്രകടന പരതയല്ല. പ്രിയപ്പെട്ടവരെ, ഉള്ളിന്റെ ഉള്ളിൽ ഖുശൂ ഉണ്ടായ, ഭക്തി ഉണ്ടായ, അല്ലാഹുവിന്റെ പേരിലുള്ള ഭയമുണ്ടായ, രാത്രിയുടെ യാമങ്ങളിൽ പ്രത്യേകിച്ച് 3-ാം യാമത്തില് എഴുന്നേറ്റിരുന്ന് റബ്ബിനോട് സങ്കടങ്ങളെ വിവരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അതുകൊണ്ട് പാവങ്ങളിൽ നിന്ന് കള്ള്, കഞ്ചാവ്, പലിശ, മോശമായ പ്രവർത്തനങ്ങളിൽ നിസ്കാരം തടയുക മാത്രമല്ല, മാനസികമായ വ്യഥകൾ, മാനസികമായ വ്രണങ്ങൾ, ഇതൊക്കെ മാറ്റിത്തരാൻ നിസ്കാരത്തിന് കഴിയും. ഒരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ, വയറ്റുവേദന വന്നാൽ എന്താ ചെയ്യുന്നത്? വയറുവേദന വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വയറുവേദന വന്നു. എങ്ങനെയാ വയറുവേദന വന്നത്? മദീനത്തുൽ മസ്ജിദുൻ നബവിയുടെ മുന്നിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പെടയുകയാണ്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് അതുവഴി വന്നിട്ട്
അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ചോദിക്കുന്നു, അയൂജിഉക ബത്നുക, നിന്റെ വയറ് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ? അള്ളാഹുവിന്റെ റസൂലേ, നഅം യാ ഹബീബല്ലാഹ്, എനിക്ക് വയറ്റുവേദനയാ നബിയെ. ഇത് ആരുടെ കഥയാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. അബൂ ഹുറൈറ തങ്ങൾക്ക് വയറ്റുവേദന വന്ന് പുളയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് വയറുവേദനയുണ്ടോ? അതേ നബി, എനിക്ക് വയറുവേദനയാണ്. ഖും, എഴുന്നേക്ക്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് പറയാ, ഖും, എഴുന്നേൽക്ക്, ഫസ്വല്ലി, നിസ്കരിക്ക്, ഫഇന്ന സ്വലാത്ത ശിഫാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കണ്ട, ഇനി അങ്ങനെ വയറുവേദന വന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങ് നിസ്കരിച്ചാൽ മതി എന്ന് നിരീശ്വരവാദികൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. നിരീശ്വരവാദികളാണല്ലോ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ എന്തിനാ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്തിനാണ്? വേദന വരുമ്പോ, നെഞ്ചു വേദന വരുമ്പോ പിന്നെ ശ്രീചിത്ര എന്തിനാണ്? ഉടനെ 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാ പോരെ? ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അത് സന്ദർഭത്തിനൊത്തതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശുപത്രിയിൽ കാണിച്ചിട്ട് മാറുന്നില്ല, മരുന്ന് കഴിക്കണം. അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഉർഖുൽ ബിരിജിലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഉറുക്കൊല്ലു ബിരിജിലി, കാല് കൊണ്ട് അടിക്ക് നബിയെ. അയ്യൂബ് നബിയോട് പറയാൻ, നിങ്ങൾ കാല് കൊണ്ട് നിലത്തടിക്ക്. നിലത്തടിച്ചപ്പോൾ മണ്ണിൽ നിന്ന് ജലപ്രവാഹം പൊട്ടിപ്പുറപ്പെട്ടു. അള്ളാഹു പറയുന്നു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇത് കുടിക്കാൻ, ഇത് കുളിക്കാൻ. ഖുർആനാണ്. എന്തേ അള്ളാഹുവിന് അയ്യൂബ് നബിക്ക് നേരിട്ടങ്ങ് രോഗശിവയാക്കി കൊടുത്താ പോരെ? അള്ളാഹ്ക്ക് അതിന് കഴിവില്ലാത്തോണ്ടാണോ? അള്ളാഹുവിന് കഴിവ് കുറഞ്ഞത് കൊണ്ടാണോ? അല്ല. അതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ പറയുന്നത് രോഗം വന്നാൽ ചികിത്സിക്കണമെന്നാണ്. ചില ആളുകളുണ്ട് അവര് രോഗം വന്നാൽ ചികിത്സിക്കൂല. ചില ത്വരീഖത്തുകാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, രോഗം വന്നാൽ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയാ മതി. അതൊക്കെ ഖുർആന് വിരുദ്ധമാണ്. അതൊക്കെ ഖുർആന് വിരുദ്ധമാണ്. വയറ്റുവേദന കൊണ്ട് പിടയുന്ന പാവപ്പെട്ട അബൂ ഹുറൈറ തങ്ങളോട്, നീ എഴുന്നേറ്റ് നിസ്കരിക്ക്, ഫഇന്ന സലാത്ത ശിഫാ എന്ന് നബി തങ്ങളെ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണിച്ച് ഇനി കാണിക്കാൻ ഒരു ഡോക്ടർ ഇല്ല. ആ ഡോക്ടർ കൈയൊഴിഞ്ഞ് മരുന്നായ മരുന്ന് മുഴുവനും കഴിച്ച്, അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം കഴിഞ്ഞ് അവസാനം വീട്ടിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർമാർ പറഞ്ഞു, ഇനി തിരിച്ചു കൊണ്ടുവരണ്ട, ഞങ്ങളേലും മരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാൽ അസുഖം മാറുമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. അല്ലാതെ അസുഖം പിടിപെട്ടപ്പോ ഞാൻ ആശുപത്രിയിൽ ഒന്നും വരുന്നില്ല, എനിക്ക് മരുന്നും മെഡിസിനും ഒന്നും വേണ്ട, എനിക്ക് ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്റെ രോഗം മാറും എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലേ അല്ല. പിന്നെന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു രോഗം വന്നു, ആ രോഗം വരുമ്പോൾ നീ ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് നീ 2 റക്അത്ത് നമസ്കരിക്കുക. എന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹ്, ഈ 2 റക്അത്ത് നിസ്കാരം ഞാൻ നിർവഹിച്ചത് എന്റെ രോഗം നീ മാറ്റണേ അല്ലാഹ്. നിസ്കാരമാണ് ശിഫ എന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ? അതുകൊണ്ട് ഞാനിതാ നീ പറഞ്ഞ പോലെ ഞാൻ ആശുപത്രിയിൽ പോവുകയാ. നീ പറഞ്ഞതുപോലെ, നീ നിന്റെ അയ്യൂബ് നബിയോട് പറഞ്ഞതുപോലെ ചികിത്സിക്കണമല്ലോ. അതുകൊണ്ട് ഞാനിതാ ചികിത്സ തേടുകയാണ്. മരുന്നുകൾക്ക് കഴിവില്ല അല്ലാ, ഡോക്ടർമാർക്ക് കഴിവില്ല അല്ലാ. കഴിവുള്ളത് നിനക്കാണ്. ഷാഫിനിയാണ്, കാഫിനിയാണ്, മുആഫിനിയ. അതുകൊണ്ട് മുഹയ്യും മുമീത്തുമായ അല്ലാഹ്, റാസിഖുമായ അല്ലാഹ്, എന്റെ രോഗ ശിഫയാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി കഴിക്ക്. നിന്റെ രോഗം അല്ലാഹു മാറ്റിത്തരും. അപ്പൊ നമ്മളെ പാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രമല്ല നമ്മുടെ നിസ്കാരം ഉള്ളത്, പിന്നെയോ മാനസിക, ശാരീരിക രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങൾക്ക് എന്ത് സങ്കടം വന്നാലും, ഏത് വിഷമം വന്നാലും നബിതങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു പ്രയാസം വന്നാൽ നമ്മൾ പിന്നെ പള്ളിയിൽ വരില്ല. എന്താ പള്ളിയിൽ വരാത്തത്? അസുഖമായിപ്പോയി, അതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. കടം വന്നിട്ട് വല്ലാതെ മനസ്സിനകത്ത് വിഷമമാണ്, അതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ശാരീരികമാവട്ടെ മാനസികമാവട്ടെ എന്ത് പ്രയാസം നബിതങ്ങൾക്ക് വന്നാലും ചെയ്യുന്നത് എന്താണ്? രണ്ടിനും തെളിവുണ്ട്.
രണ്ടിനും തെളിവുണ്ട്. മാനസികമായിട്ടുള്ളത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ശാരീരികമായി ദുർബലനാകുമ്പോ അതിന് പരിഹാരം വീട്ടിലെ നിസ്കാരമല്ല, പള്ളിയിലാണ്. വഫാത്താവുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, വഫാത്താകുന്നതിനും കുറച്ചു മുമ്പ് അവസാന നമസ്കാരം നിർവഹിക്കാൻ നബിതങ്ങൾക്ക് കഴിയുന്നില്ല. ആ സമയത്ത് അതുവരെയും മദീനയുടെ മിമ്പറിൽ നിന്ന് ഇമാമത്ത് നിന്ന ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ടവരെ, സ്വലാത്തിനൊരു കുറവും വരുത്തണ്ട, സ്വലാത്തിന് യാതൊരു കുറവും വരുത്തണ്ട. മദീനയുടെ രാജാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ തൊട്ടുപുറത്തെ ഹുജറത്തു ഷരീഫ ഇന്ന് നിൽക്കുന്ന ആയിഷ ബീവിയുടെ വീടുണ്ടല്ലോ, ആ വീട്ടിലിരുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുമ്പോ അബൂബക്കർ തങ്ങൾ വിറച്ച് ഇമാമത്ത് നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ സഹാബ നിരന്നു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം എങ്ങനെയാണ് 23 വർഷം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച പാഠം, നിസ്കാരത്തെ പറ്റിയിട്ട് 13 വർഷം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച പാഠം, തന്റെ ഉമ്മത്തുകൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ തന്റെ സഹാബത്ത് നിസ്കരിക്കുന്നത് നിറകണ്ണുകളോടെ കണ്ടിട്ട് വീട്ടിനകത്തിരിക്കാൻ മനസ്സ് വരുന്നില്ല. 2 പേരുടെ തോളത്ത് തൂങ്ങിയിട്ട് കാലിങ്ങനെ നിലത്ത് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് മദീനത്തു നബവിയിലും മസ്ജിദ് നബവിയിലും കേറുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വഫാത്തിന് തൊട്ടു മുമ്പാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? കാന ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇലസ്സലാ. ഏത് പ്രയാസം വന്നാലും നബി തങ്ങൾ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ചിട്ട് പറയുന്നു, അരിഹിനാ ബിലാൽ, ബിലാലെ ഖൽബ് റാഹത്താക്കിത്ത, അരിഹിനാ ബിലാൽ, ബിലാലെ അരിഹിനാ റാഹത്താക്കിത്ത. എന്റെ മനസ്സിന് വേദനയാണ്, എന്റെ മനസ്സ് നീറുകയാണ്, സങ്കടക്കടലാണ് എന്റെ മനസ്സിന്റെ തിരകൾ, മനസ്സിനകത്ത് സങ്കടത്തിന്റെ തിരമാല അടിച്ചു വീശുകയാ. അതുകൊണ്ട് ബിലാലെ അരിഹിനാ ബിലാൽ, ബിലാലെ എന്റെ ഖൽബിനെ റാഹത്താക്ക് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന മോഹം വരികയാ, നിസ്കരിക്കണമെന്ന പൂതി വരികയാ. തന്റെ കാല് മുറിക്കപ്പെടുന്ന ഘട്ടം വന്നു. ആരുടേതാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു. എന്താ പിടിച്ച രോഗമെന്നറിയോ? നമ്മൾ കരുതുന്നു ഇന്നാണ് ഈ അസുഖമുള്ളത്. അൻവർ ഉസ്താദിന്റെ മകൻ അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. ഒരു രോഗം പിടിപെട്ട് മരണപ്പെടുമ്പോ ആ രോഗത്തിന് അല്ലാഹു കൊടുക്കുന്ന വേദന വിവരണാതീതമാണ്. എന്റെ പ്രിയപ്പെട്ട മാതാവിന് ആ രോഗമാണ്. സഹോദരങ്ങളെ, ആ രോഗത്തിന്റെ കാഠിന്യത, പണം പോട്ടെ, പണം വരും പോകും, ഇതാരും കൊണ്ടുവന്നതല്ല. പണമെന്ന് പറയുന്നത് ആവശ്യത്തിന് ചെലവാക്കാനാണ്. നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിക്കുമ്പോ രസം കൂട്ടാനല്ല. നല്ല മീൻ വാങ്ങി കഴിക്കണം, നല്ല വാഹനം എടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോ സൈക്കിൾ വാങ്ങിയിട്ട് ഇവിടുന്ന് കാസർഗോഡ് വരെ ചവിട്ടി പോകലല്ല. നല്ല വണ്ടി വാങ്ങണം, നല്ല വീട് വെക്കണമെന്ന മോഹം വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ടാർപ്പ് കെട്ടിയിട്ടതിന്റെ അടിയിലെ കിടക്കലല്ല, നല്ല വീട് വെക്കണം. കാരണം എന്താ? ഇതൊക്കെ അനുഭവിക്കാനുള്ള അനുവാദവും അതിനുള്ള അവസരവും അതിനുള്ള അവകാശവും നമുക്കാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പണം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തന്നെയാണ്, അല്ലാതെ പൂട്ടിവെക്കുന്നതല്ല. കറൻസി എന്ന് പറയുന്ന പേപ്പറിന്റെ വിലയേ ഉള്ളൂ. അത് ചെലവാക്കുമ്പോഴാണ് അതിന്റെ മൂല്യം അറിയുക, അല്ലാതെ പോക്കറ്റ് ഇരിക്കുന്നയാണ്. അതെടുത്ത് കടയിൽ കൊടുക്കുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക. സംശയമുണ്ടോ? നമ്മൾ അതെടുത്ത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടതാ ഒരു കടയിൽ കൊടുക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാവുന്നത്. അല്ലാത്തപ്പോ ഇത് വെറും നോട്ടീസിന്റെ ഈ പേപ്പർ പോലെ. കടയിൽ പോയിതാ 500-ന്റെ ഒരു നോട്ട് എടുത്തതാ, ഇങ്ങനെ നല്ല വെള്ള ഷർട്ടിൽ ഇങ്ങനെ ഉയർത്തി വെച്ചു. കടക്കാരനോട് പറയാ, എനിക്ക് 10 കിലോ ആപ്പിൾ വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇവൻ ആപ്പിൾ കിട്ടുവോ? അവന്റെ കയ്യിൽ പൈസ ഉണ്ട്, ആപ്പിൾ കിട്ടൂല, അവന് ഭക്ഷണം കിട്ടൂല. അതിന് ഇപ്പൊ ഒരു മൂല്യം ഇല്ല. അതിൽ നിന്ന് ഒരു ആപ്പിൾ നിനക്കെടുത്തവൻ തരില്ല. കാരണം നിന്റെ പോക്കറ്റ് ഇരിക്കുന്ന പൈസക്ക് അപ്പൊ മൂല്യം ഇല്ല. നീ അതെടുത്ത് അവന് കൊടുത്തു നോക്ക്, അപ്പോഴവൻ നിനക്ക് സാധനം തരും. നീ കൊടുത്തപ്പോഴാ മൂല്യം വന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം ചെലവഴിക്കാനാണ്, ആവശ്യത്തിന് ചെലവഴിക്കാനാണ്. അസുഖം വന്നു, ചെലവഴിച്ചു, ആള് മരിച്ചു. അല്ല, അൽഹംദുലില്ലാ, നമ്മുടെ പൈസ ചെലവഴിച്ചത് മക്കൾക്ക് ചെലവഴിച്ചാൽ, മാതാപിതാക്കൾക്ക് ചെലവഴിച്ചാൽ, ഭാര്യയ്ക്ക് ചെലവഴിച്ചാൽ അതിന് ഏറ്റവും വലിയ സദഖയുടെ കൂലിയല്ലേ? അത് ചെലവാക്കുന്നത് ആഹാരം വാങ്ങിക്കൊടുക്കുമ്പോ അതിന്റെ കൂലി, മരുന്ന് വാങ്ങിക്കൊടുക്കുമ്പോ അതിന്റെ കൂലി, ഓപ്പറേഷൻ കൊടുക്കുമ്പോ അതിന്റെ കൂലി. കൈയിരിക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു, ആ മക്കൾക്ക് ശേഷിക്കുന്ന മക്കളെക്കാൾ ഭാഗ്യവാൻ ആ മരണപ്പെട്ട മോനാണ്. എന്താ കാര്യം എന്നറിയോ? ഉസ്താദിന്റെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് തരട്ടെ, നമ്മുടെ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, നമുക്കും തരട്ടെ. പക്ഷേ ബിലാൽ നിൽക്കുന്ന നേരത്ത് ഭാര്യ വന്ന് തലയിൽ കൈവച്ചിട്ട് വാഹുസ്നാ, ദുഃഖം സഹിക്കാൻ വയ്യ, മരിക്കാൻ പോകുന്ന ഭർത്താവിന്റെ മുമ്പിൽ വന്ന് വിലപിക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് മരണക്കിടക്കയിൽ കിടന്ന് ബിലാൽ തങ്ങൾ പറഞ്ഞു, വാ തർബാ, എന്തൊരു സന്തോഷം എനിക്ക്. ഭാര്യ അത്ഭുതപ്പെട്ടു. മരിക്കാൻ കിടക്കുമ്പോ വേദനിച്ചിട്ട് ഭാര്യ പറയുന്നു, മരിക്കാൻ കിടക്കുമ്പോ പറയുന്നു സന്തോഷം. അതെന്താന്ന് ചോദിച്ചപ്പോ ബിലാൽ തങ്ങൾ പറയാ, മുഹമ്മദ, അടുത്ത സെക്കൻഡ് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എനിക്ക് മുസ്തഫായ നബിയെ കാണാമല്ലോ. ഓ, എന്തൊരു ഭാഗ്യമാ എനിക്ക്, അടുത്ത നിമിഷം എന്റെ നബിതങ്ങളെ കണ്ടൂടെ. അൻവർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കളിൽ ആദ്യമായി അഷ്റഫുൽ ഖൽഖിനെ കാണുന്നതാരാ? ഒരു സംശയവും വേണ്ട, പ്രിയപ്പെട്ട മകൻ തന്നെയാണ്. അപ്പോ ഒരാൾ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നതും സങ്കടമല്ല. പിന്നെന്താ പ്രശ്നം? പൈസ കൊടുക്കുന്ന സദഖയുടെ കൂലി. ആള് മരണപ്പെട്ടു പോയാൽ സുഹൃതം ചെയ്തവനാണെങ്കിൽ അവൻ അഷ്റഫുൽ ഖൽഖിന് അടുത്ത നിമിഷം കാണാം, സഹാബാക്കളെ കാണാം, മഹാരഥന്മാരായ ഒരുപാട് ദീനിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ ധീര കേസരികളെ കാണാം. പിന്നെന്താ ഇവിടത്തെ പ്രശ്നം? ആ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അതിന് ആഖിറത്തിൽ സവാബുണ്ട്. പക്ഷേ ഇവിടെ അത് വേദനിച്ചങ്ങ് തീർക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണ്. ഇന്ന് ഈ രോഗം ക്യാൻസർ എന്ന പേരിൽ ക്രാബ് കാർന്ന് തിന്നുന്നതെന്നാണ് അതിനർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ അറബിയിൽ പറയുന്നത് ആക്കിലത്ത് എന്നാണ്. ഈ രോഗത്തിന്റെ പേര് ആക്കിലത്ത്, കാർന്ന് തിന്നുന്നത്. ഈ രോഗം പിടിപെട്ടു ആർക്കാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിലാണ് രോഗം പിടിപെട്ടത്. ആ സമയത്ത് മഹാനവറുകൾക്ക് കാല് മുറിച്ചു മാറ്റണമെന്ന വിധി വരികയാണ്. ഭിഷഗ്വരന്മാര് കാല് മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഈ കാൽ അല്ലാഹുവിന്റേതാണ്, എന്റേതല്ല. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇത് വ്യാപിക്കും, ഇതിങ്ങനെ സ്പ്രെഡാവും. ആ സമയത്ത് നിങ്ങൾ ജീവൻ തന്നെ അപകടമാണ്. അല്ലാഹുവേ, ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നാൽ അത്രയും എനിക്ക് സുബ്ഹാനല്ലാഹ് ചെല്ലാമല്ലോ. അതുകൊണ്ട് പെർമിഷൻ കൊടുക്കുന്നു, എന്റെ കാല് മുറിച്ചോ. ആ സമയത്ത് അന്നത്തെ ഓപ്പറേഷന്റെ രീതി എങ്ങനെയെന്നറിയോ? ഇന്നാണ് അനസ്തേഷ്യ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അന്ന് അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെയാ ചെയ്യുന്നതെന്നോ? ഇന്ന് അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ട് പോലും ഫലസ്തീന്റെ പൊന്നുമക്കളെ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വെടിയുണ്ടേറ്റിട്ട് പിടയുന്ന ശരീരം അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവെക്കുമ്പോ, ഗസയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവെക്കുമ്പോൾ അനസ്തേഷ്യ കൊടുക്കാൻ മരുന്നില്ല, കറണ്ടില്ല, വെള്ളമില്ല, വായുവില്ല, ഒന്നുമില്ലാത്ത സങ്കടകരമായ അവസ്ഥയില് പച്ച ശരീരത്തിലാണ് സർജറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് ഡോക്ടർമാര് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുള്ള ചികിത്സാരീതി കള്ള് കുടിക്കാൻ കൊടുക്കും. കള്ള് കുടിക്കുമ്പോൾ മതം വരും, കള്ള് കുടിക്കുമ്പോ ബോധം നഷ്ടപ്പെടും, അപ്പോഴും കാല് മുറിച്ചു മാറ്റും. അന്നത്തെ അനസ്തേഷ്യ അങ്ങനെയാണ്. കിതാബുകളിലെ കാണാ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ റസൂൽ നിഷിദ്ധമാക്കിയ കള്ള് കുടിച്ചുകൊണ്ട് എനിക്കൊരു ചികിത്സ വേണ്ട. കള്ളിന്റെ പിന്നാലെ, മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരാ, റബിഉൽ അവ്വലിലെ നബിദിന റാലി പോലെ എത്രയോ ചെറുപ്പക്കാരെ കള്ളു കുടിച്ചിട്ടാ. ഇത് പറഞ്ഞാല് മുജാഹിദാവോ ജമാഅത്തെ ഇസ്ലാമിയാവോ, അങ്ങനെയെങ്കിൽ കള്ളു കുടിച്ചും കൊണ്ട് നബിദിനാഘോഷം നടത്തുന്ന, നബിദിന റാലി നടത്തുന്ന, നബിദിന സന്ദേശ റാലി നടത്തുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോ, ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ 1000 വട്ടം ഞാൻ അത് തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള നബിദിന റാലിയിൽ പോലെ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, നബി തങ്ങളോടുള്ള സ്നേഹം ആകാശം മുട്ട മാനം മുട്ട ബോക്സ് വെച്ച് കെട്ടലല്ല, അനിക്കലല്ല. ഏതാണ് റസൂലുള്ളാഹിയോടുള്ള സ്നേഹമെന്നറിയോ? അള്ളാന്റെ ഹബീബ് നിഷിദ്ധമാക്കിയ കള്ളു കുടിച്ചുകൊണ്ട് എന്റെ ചികിത്സ വേണ്ട എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഈമാനിന്റെ ഏറ്റവും വലിയ പ്രതീകമായ മഹാനായ ഉർവത്ത് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കണേ. ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കണമെന്ന തീരുമാനം വരുമ്പോ കാല് മുറിക്കാൻ പിന്നെ ഈ മദ്യം കൊടുത്തിട്ട് മദ്യം കഴിച്ചിട്ട് ആ മദ്യം കുടിച്ചിട്ട് ബോധം നഷ്ടപ്പെടുമ്പോഴാണ് ആ കാല് മുറിച്ചു മാറ്റുക. ഒരിക്കലും അനുവദിക്കാത്ത സമയം വന്നപ്പോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പച്ച ശരീരത്തിൽ നിന്ന് കാല് മുറിച്ചു മാറ്റുന്നത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? എന്നാ ഞാനൊരു പരിഹാരം പറയാ. അത് മറ്റൊന്നും, ഞാൻ കൈയൊന്ന് കെട്ടട്ടെ, 2 റക്അത്ത് നിസ്കരിക്കട്ടെ. ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റുമോ ഞാൻ അറിയൂല. ഒരു വേദന വന്നപ്പോ തന്റെ കാല് മുറിച്ചു മാറ്റാൻ കൈകെട്ടി നിസ്കരിക്കുകയാ. ആലോചിക്കണേ, സംഭ്രമം. പള്ളിയിൽ ഒരാൾ നടന്നു വന്നപ്പോൾ ഏതോ ഒരു റബ്ബറിന്റെ ഇടയിൽ നിന്ന് ആളുകൾ ഓടിക്കൂടി അവനെ തല്ലിച്ചതച്ചു. അത് മനുഷ്യൻ അറിയാതെ വന്നതുകൊണ്ട് ടെൻഷനില്ല, കിട്ടിയ അടിക്ക് വേദനയേ ഉള്ളൂ. പക്ഷേ ശത്രുക്കൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ സംഭ്രമം പള്ളി കയറി നിസ്കാരത്തിന് കൈകെട്ടും, അപ്പോഴും നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. കൈയ്യട്ടി കഴിഞ്ഞാൽ പിന്നെ ചിന്ത മൊത്തത്തിൽ ഇതായിരിക്കും. റുക്കൂയിലാണോ അടി, സുജൂദിലാണോ അടി, നിൽക്കുമ്പോഴാണോ അടി, ഇരിക്കുമ്പോഴാണോ അടി, ഇതല്ലേ നമ്മുടെ മനസ്സിലുള്ള ചിന്ത. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കൈയങ്ങ് കെട്ടാൻ നിങ്ങൾ കാല് മുറിച്ചോ? കൈകെട്ടി കാല് മുറിച്ചു. സലാം വീട്ടിയിട്ട് നോക്കുമ്പോ ഒരു കാലില്ല. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, ലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതി അല്ലാഹ്. എനിക്ക് 4 അവയവങ്ങൾ തന്നു. അല്ലദീ അഅതൈതനി 4 അഅളാഇൻ, അല്ലാഹുവേ 4 അവയവങ്ങൾ എനിക്ക് തന്നു, 2 കൈയും 2 കാലും. അതിൽ 1 മാത്രം നീ തിരിച്ചെടുത്തിട്ട് 3 എനിക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ. എന്തൊരു മനുഷ്യന്! ഇവരൊക്കെ മലക്കാണോ മനുഷ്യരാണോ? കൂടെണ്ടായിരുന്ന മോൻ, ആ പ്രിയപ്പെട്ട മകൻ ഒട്ടകത്തിന്റെ കാലിന്റെ അടി കൊണ്ട് മരിച്ചുപോയി. ആ സമയത്ത് മഹാനവറുകൾ പറയാ, അല്ലാഹുവേ നീ എനിക്ക് 6 മക്കളെ തന്നു, 1 തിരിച്ചെടുത്തു, ബാക്കിയുള്ളതിനെ തിരിച്ചെനിക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ. നമ്മുടെ വിഷയം അതല്ല. മാനസികമായൊരു ദുഃഖം വരുമ്പോ, ശാരീരികമായൊരു ദുഃഖം വരുമ്പോൾ നമ്മുടെ മുന്നിൽ പരിഹാര മാർഗം 2 റക്അത്ത് നിസ്കാരമാണ്. എല്ലാ സങ്കടങ്ങളും മഞ്ഞുരുകും പോലെ പോകും. അതിന് നമ്മൾ ആ നിലയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. വല്ലാഹി നേടാത്തതൊന്നും ഉണ്ടാവൂല സഹോദരങ്ങളെ. അങ്ങനത്തെ ഒരു നിസ്കാരം പോലും പറയപ്പെടുന്നുണ്ട്, രാത്രി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം. ആ രാത്രിയിലൊരു പ്രത്യേക നിസ്കാരമുണ്ട്. അതിപ്പോ പറയേണ്ട ആവശ്യവും ഇല്ല, അങ്ങനെയുള്ള ആവശ്യക്കാരും ആവൂല, പറയുന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുബൈബ് ബിൻ അദിയിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാൻ നേരത്ത് എന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന് ചതിയിലൂടെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ മക്കയുടെ ബൗണ്ടറിക്ക് വെളിയിൽ മസ്ജിദ് ആയിഷ നിലനിൽക്കുന്ന തൻഈം എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ. ഇന്നും എത്രയോ ആളുകൾ അവിടെ ചെന്നിട്ടാണ് ഇഹ്റാം കെട്ടി ഉംറ ചെയ്യുന്നത്. ആ തൻഈമിൽ വെച്ച് തൂക്കിലേറ്റാൻ നേരത്ത് മനസ്സുകൊണ്ട് തളർന്നുപോയി. എന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നത് ചതിയിലൂടെയാണല്ലോ. ആ ഒരു വേദന മാറ്റാൻ മഹാനായ ഖുബൈബ് ബിൻ അദിയിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. പെട്ടെന്ന് സലാം വീട്ടി എന്ന ചരിത്രത്തിൽ കാണാം. പെട്ടെന്നങ്ങ് സലാം വീട്ടി. എന്താ സലാം വീട്ടാന് കാരണമെന്ന് അവർ ചോദിച്ചില്ല. എഴുന്നേറ്റ് നെഞ്ചു വിരിച്ചിട്ട് ചങ്കൂട്ടത്തോടെ നട്ടെല്ല് നിവർത്തിയിട്ട് പറഞ്ഞു, വലിയ സൂറത്തോതിയിട്ട് നിസ്കരിക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യാത്തത്. ഞാൻ ഇങ്ങനെ സലാം വീട്ടാതെ നീട്ടി ഓതിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കരുതും ഇവന് മരിക്കാൻ പേടിയെന്ന്. അങ്ങനെ പേടിയില്ലടാ, അത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കാൻ മുസ്ലിമിന് പേടിയുണ്ടോ? ഇന്നും പെടഞ്ഞു വീടുന്ന പാവപ്പെട്ട
പാവപ്പെട്ട ഫലസ്തീനിലെ 40 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ 22 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു തുരുത്ത് പാത്രത്തിൽ കറി കോരി ഒഴിച്ചിട്ട് കറിയും ചോറും എല്ലാം കൂടി വടിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത് പോലെ 40 കിലോമീറ്ററിന്റെ തുരുത്തായി മാറിയിട്ട് 22 ലക്ഷത്തോളം ആളുകൾ താമസിക്കുമ്പോൾ വൈദ്യുതിയില്ല, വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ജൂത പരിശകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. അനുഭവക്കുറിപ്പ് മിനിങ്ങാന്ന് വന്ന അനുഭവക്കുറിപ്പ് എന്താ? അവര് താമസിക്കുന്ന വീട്ടിനകത്ത് 5 പേര് ബാത്റൂമിൽ കയറിയാൽ 6ാമത് കയറി ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമേ ഫ്ലഷ് അടിക്കാൻ അനുവാദമുള്ളൂ. ആര്? ഇസ്രയേൽ കൊടുക്കുന്ന അനുവാദമല്ല. വീട്ടിലൊരു തീരുമാനം എടുത്തിരിക്കാൻ. എന്താ കാര്യം? കുടിക്കാൻ വെള്ളമില്ല. ഉള്ള വെള്ളം ഇങ്ങനെ മലമൂത്ര വിസർജനം ചെയ്തിട്ട് ശൗചം ചെയ്യാൻ നിന്നാൽ കുടിക്കാൻ വെള്ളമില്ലാതെ മരിച്ചു പോകും. കുടിവെള്ളം മുടക്കിയിരിക്കുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന ജാരസ് രാഷ്ട്രം, ജൂതരാഷ്ട്രം, ഇരുളിന്റെ സന്ധതികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് 5 പേര് ബാത്റൂമിൽ പോയിട്ട് 6ാമത് കയറുന്ന ആള് മാത്രമേ ഫ്ലഷ് അടിക്കാൻ പാടുള്ളൂ. ബാക്കി ഉണങ്ങിയ തുണിയിട്ടിരിക്കുക അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആ രംഗം ഇൻക്യുബേറ്ററിൽ കഴിയുന്ന പാവപ്പെട്ട പൊന്നുമക്കൾ വിദ്യുത് ശക്തിയുടെ പ്രവാഹമില്ലാതെ, കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ ആശുപത്രികളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. 1/2 ലക്ഷമാണ് സഹോദരിമാർ, ഗർഭിണികൾ. 50,000-ഓളം വരുന്ന ഗസയിലെ ഗർഭിണികളായ സഹോദരിമാര് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ നൂൽപാലത്തിലാണ്. ഓക്സിജൻ കൊടുക്കേണ്ടി വരുന്ന വൃദ്ധന്മാരായ രോഗികൾക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. കാരണം അവർക്കതിനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് സഹോദരങ്ങളെ, നമുക്ക് ഫലസ്തീൻ മക്കളോടൊപ്പം നിൽക്കാൻ കഴിയണം. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളോടുള്ള നമ്മുടെ ബന്ധം അത് വലിയ ബന്ധമാണ്. നമ്മുടെ ആദ്യത്തെ കിബിലയ 16 മാസക്കാലം, റിവായത്തിൻ 17 മാസം, 16-17 മാസം നമ്മൾ തിരിഞ്ഞ്, നമ്മുടെ പൂർവികർ തിരിഞ്ഞ് നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിലേക്കാ. ലോകത്ത് ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ടത് കഅബ, രണ്ടാമത് പണി കഴിപ്പിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയ. ഇത് രണ്ടിന്റെയും ഇടയിൽ 40 വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. ഒരു പള്ളിയിലേക്ക്, ഏതെങ്കിലും ഒരു ഇടത്തിലേക്ക് കെട്ടുകെട്ടിയിട്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവാദമുള്ളത് 3 പള്ളികളിലേക്കാ. എല്ലാ പള്ളിയിലും നിസ്കരിക്കുന്ന ഒരുപോലെയൊന്നുമല്ല, അങ്ങനെ ആരും കരുതണ്ട. സംഭ്രമം പള്ളിയിൽ 50 പേരുണ്ടെങ്കിൽ അപ്പുറത്തെ പള്ളിയിൽ 60 പേരുണ്ടെങ്കിൽ 60 പേരുള്ള പള്ളിയിലാണ് കൂടുതൽ കൂലി കിട്ടുക. തലയെണ്ണം കൂടുതലുള്ള പള്ളിയിൽ, ആള് കൂടുതലുള്ള പള്ളിയിൽ പ്രതിഫലം കൂടുതലാ. ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ, നിസ്കാര പള്ളി എന്ന തൈക്കാപ്പള്ളിയൊക്കെ പ്രതിഫലം കൂടുതലാ. പക്ഷേ എല്ലാം ആളുകൾ ഒരുപോലെയാണെങ്കിൽ സംഭ്രമം പള്ളിയുടെ അതേ പ്രതിഫലം തന്നെയാണ് ഏർവാടി പള്ളിക്ക് ഉള്ളത്. ഏർവാടി പള്ളിയുടെ അതേ പ്രതിഫലം തന്നെയാണ് അജ്മീർ പള്ളിക്ക് ഉള്ളത്. പിന്നെ അജ്മീർ കാണണമെങ്കിൽ പിന്നെ അത് സംഭ്രമത്തൊന്നാ കാണാൻ പറ്റില്ല, അജ്മീരിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്നതിന് വിരോധമൊന്നുമില്ല, നിരോധനമൊന്നുമില്ല. പക്ഷേ ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് കരുതിയിട്ട് പോകാൻ അള്ളാന്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ളത് 3 പള്ളികളാ. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ കെട്ടുകെട്ടി പോകാൻ പാടില്ല. മസ്ജിദി ഹാദാ, മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, 1 ഈ പള്ളിയാണ്, 2 മസ്ജിദുൽ ഹറാം പരിശുദ്ധമായ മക്കയിലെ പള്ളിയാണ്, മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ ഖുദ്സ് പള്ളിയാണ്. ആ പള്ളിയോട് നമുക്കുള്ള ആത്മബന്ധം എന്താ? നമുക്കുള്ള ആത്മബന്ധം എന്താ? ഇതിനപ്പുറം ഇനി എന്തെങ്കിലും പറയണോ? ഈ കഴിഞ്ഞ ഏതാനും ഒരാഴ്ചക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഈ അടി തിരിച്ചടി ഹമാസിന്റെ ആളുകൾ തിരിച്ചടിക്കാൻ അങ്ങോട്ട് ഒരുങ്ങിയപ്പോ ഇത്രയും നാള് ഇതൊന്നും തിരിച്ചടിക്കാതെ ഇരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അടിയും തൊഴിയും ഒക്കെ കിട്ടിക്കിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് പെടഞ്ഞു വീണ് രക്തസാക്ഷിയായ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവര് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പല കോണുകളിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ എന്ന് പറയുന്നത്. ചോദിക്കട്ടെ, സംഭ്രമത്തെ നിങ്ങളുടെ ഭാര്യ കുഞ്ഞിന് സ്തനപാനം നടത്തുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ആ സ്തനത്തിൽ പിടിച്ചിട്ട് പറയുന്നു ഇവന് പാല് കൊടുക്കാൻ പാടില്ല എന്ന്. ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? അവന്റെ കൈ അടിച്ചൊടിക്കലല്ലേ ചെയ്യുക? ഇതേ ഹമാസ് ചെയ്യുന്നുള്ളൂ. ഉമ്മയ്ക്ക് സുഖമില്ല, വാപ്പാക്ക് സുഖമില്ല, ആംബുലൻസിന് വിളിച്ചു. ആംബുലൻസ് സംഭ്രമം പള്ളിയുടെ മുറ്റത്ത് ചീറിപ്പാഞ്ഞു വന്നു. അതിനകത്ത് പ്രിയപ്പെട്ട വാപ്പയെ കെടുത്ത് കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി പുതുക്കോടെത്തുമ്പോൾ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തൊളിക്കുഴിയിലെത്തുമ്പോൾ ഒരു സംഘം പടഞ്ഞിട്ട് പറയുന്നു വാപ്പയെ ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കൂല. ചാടി ഇറങ്ങിട്ട് അവനെ ഉണ്ടിത്തള്ളി മാറ്റിക്കിട്ട് നമ്മൾ വാഹനം വിട്ടു പോകൂലേ? ഇതല്ലേ ഹമാസ് ചെയ്യുന്നുള്ളൂ?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ശ്രമിച്ചപ്പോഴാണ് ഇതിനു മുമ്പ് പിടഞ്ഞു വീണ 10,000-കണക്കിന് മക്കളുടെ ജീവന് വിലയില്ലായിരുന്നു. ഇവര് തിരിച്ചടിച്ച് ഏതൊക്കെയോ ഇസ്രയേലിന്റെ ജൂതരാഷ്ട്രത്തിന്റെ ജാരസന്തതികൾ ഏതൊക്കെയോ ചത്തുപോയപ്പോൾ അതിനെ ഭീകരവാദം എന്ന് ആക്ഷേപിക്കുന്ന വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. അത് കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിൽ കൂടുതലും ഉണ്ട്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ ഒരു വൃത്തികെട്ടവൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കാൻ. എന്താ പോസ്റ്റ് ഇട്ടെന്നറിയോ? വളരെ രസകരമായ ഒരു പോസ്റ്റാ. ഒരു 3 നില കെട്ടിടത്തിലേക്ക് കയറി പോകുന്ന ഒരു സ്റ്റെയർ. ആ സ്റ്റെയർ മാത്രം ഇരിക്കുന്നു, ബാക്കി 4 ഭാഗം ഒക്കെ തകർത്തിരിക്കുന്നു. അപ്പൊ ഈ കക്ഷി എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഫോട്ടോ എടുത്തിട്ട് തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇസ്രയേലിന്റെ ചുണക്കുട്ടികൾ ഹമാസിന്റെ എല്ലാം തകർത്തു, ഇനി അവശേഷിക്കുന്നത് ഹൂറികളെ കാണാനുള്ള സ്റ്റെയർ മാത്രമാണ് എന്ന്. ആലോചിച്ച് നോക്കിയേ, എവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ പറഞ്ഞ വൃത്തികെട്ടവന്റെ എഴുത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, അതെ, ഒരു സംശയമില്ല, ഞങ്ങളുടെ ഹബീബ് ഹൂറികളെ പരിചയപ്പെടുത്തിയത് കാശ്മീരിലുള്ള ഹൂറികളെയല്ല, സ്വർഗത്തിലുള്ള ഹൂറികളെയാ. ആ സ്വർഗം എന്ന് പറയുന്നത് 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയാലേ ഹൂറികളെ കിട്ടുള്ളൂ. ആ സ്വർഗം കാണാൻ പോയ യാത്രയുടെ പേര് മേറാജ് എന്നല്ലേ? ആ മേറാജ് എവിടെ നിന്നാ റസൂലുള്ളാഹിയെ കൊണ്ടുപോയത്? 7 ആകാശങ്ങളെ കീറി മുറിച്ചിട്ട് ആകാശപാത സ്വർഗത്തിലേക്ക് ഒരുക്കിയത് കഅബാലയത്തിന്റെ മുകളിലായിരുന്നില്ലടോ? മദീനത്തുൻ നബവിയുടെ മസ്ജിദുൻ നബവിയുടെ മുകളിലായിരുന്നില്ലടോ? അള്ളാഹുവിന്റെ ഹബീബിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രവാചകനെ കൊണ്ടുപോയത് മസ്ജിദുൽ അഖ്സയുടെ ആകാശപാതയുടെ മുകളിലായിരുന്നു, സ്വർഗത്തിന്റെ പാത. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുപോയത് ഇസ്റാ എന്നാ പറയുന്നത്, നിശാ പ്രയാണം. അവിടെ നിന്നാണ് വാനാരോഹണം എന്ന മേറാജ് ഉണ്ടായത്. ആ മേറാജിന് കൊണ്ടുപോകാൻ ആകാശത്തിന്റെ പാതകൾ കീറിക്കൊടുത്തത്, സ്വർഗത്തിലേക്ക് പോകാൻ ആകാശത്തിന്റെ പാതകൾ കീറിക്കൊടുത്തത് ഈ പറയുന്ന ഖുദ്സിന്റെ മണ്ണിൽ തന്നെയാണോ? ഒരു സംശയമില്ല. നിങ്ങൾ പൊട്ടന്മാരായി പോയതിനും തലയിൽ ചാണകമായി പോയതിനും ഞങ്ങൾക്ക് കുറ്റമില്ല. പക്ഷെ അത് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാടും, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് 7 ആകാശങ്ങളുടെ മുകളിലേക്ക് പ്രവാചകന്റെ മേറാജ് നടക്കുന്ന, വാനാരോഹണം നടത്തപ്പെടുന്ന രാത്രിയിൽ നേരെ പരിശുദ്ധമായ മക്കയുടെ മുകളിലേക്ക് കൊണ്ടുപോകാതെ ബുറാക്കിൽ യാത്ര ചെയ്യിപ്പിച്ച് ഫലസ്തീനിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എല്ലാ പ്രവാചകന്മാരെയും അണിനിരത്തിയിട്ട് അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ഇമാമത്ത് നിന്ന് അള്ളാന്റെ ഹബീബ് ഭൗതിക ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരുടെയും നേതാവാണ് എന്ന അവർക്ക് സമ്മതപത്രം കൊടുപ്പിച്ചിട്ട് നേരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോയില്ലേ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ ഇമാമായിരുന്നത് സക്കരിയ നബിയല്ലേ? അവിടെ ഇമാമായിരുന്നത് യഹ്യാ നബിയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഫലസ്തീൻ എത്ര മനോഹരമായിരുന്നു. ഈസാ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും വാസസ്ഥലം. അല്ലാഹ് പറഞ്ഞത് അല്ലദീ ബാറക്നാ ഹൗല, ചുറ്റും ബറക്കത്തുള്ള സ്ഥലമെന്ന. എന്താ? മഹാന്മാരുടെ വീട്, അവരുടെ മരണശേഷം ഖബർ ഷരീഫ്, ഇതൊക്കെ അതിന്റെ ചുറ്റുവട്ടത്താണ്. നല്ല ഭരണമായിരുന്നു, നല്ല നിലയിലായിരുന്നു. പിന്നീട് ജാലൂത്ത് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ വന്നു, ഭരണം നടത്തി ഫലസ്തീനെ ഇല്ലാതാക്കി. ആ സമയത്ത് ത്വാലൂത്ത് എന്ന് പറയുന്ന നല്ല ഭരണാധികാരിയെ ദാവൂദ് നബി അലൈഹിസ്സലാം ഇറക്കി വിട്ടിട്ട് ജാലൂത്തിനെ പരാജയപ്പെടുത്തി വീണ്ടും അതിനെ നന്നാക്കി. കാലങ്ങൾ കഴിഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു അധിപൻ അവിടെ ഭരണം നടത്തുന്ന സമയത്താണ് വീണ്ടും അതിനെ തിരിച്ചു പിടിച്ചത്, അങ്ങോട്ട് കൊണ്ടുപോയി. മഹാനായ പ്രവാചകൻ ഉസാമത്ത് ബിൻ സെയ്ദിനെയും ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങൾ മഹാനായ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിലൂടെയും അതിനെ തിരിച്ചു പിടിച്ചു. ശേഷം കാലങ്ങൾ കഴിഞ്ഞുപോയി. കുരിശ് യുദ്ധത്തിൽ അവർ വീണ്ടും തിരിച്ചു പിടിച്ചു. സലാഹുദ്ദീൻ അയ്യൂബി അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് പിടിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പിറന്ന മേനിയില്
ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ ആളുകൾ ആട്ടി ഓടിച്ചിട്ട് അവസാനം ഗതിയില്ലാതെ പരഗതിയില്ലാതെ ഖുർആൻ പറഞ്ഞതുപോലെ അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കന, പരഗതിയും നിർഗതിയും ഇല്ല, പരഗതിയും കയറി കിടക്കാടവും ഭക്ഷണവുമില്ലാതെ ഓടി നടന്നിരുന്ന ഒരു സമൂഹത്തിന് ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കള് പിടിച്ചു കിടത്തി പായ വിരിച്ചിട്ട് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്ത് 7 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അത് തങ്ങളുടെ രാഷ്ട്രമാണ് എന്ന വാദം ഈ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ല എന്ന് ഫലസ്തീൻ മക്കൾ മുറവിളി കൂട്ടുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യക്കാരായ നമ്മൾ, നമുക്ക് മുസ്ലിമീങ്ങളായ നിലയിലും ഇന്ത്യക്കാരായ നമ്മളും നിൽക്കേണ്ടത് ഫലസ്തീനോടൊപ്പം അല്ലേ? ഇപ്പൊ നിൽക്കുന്നത് ആരോടൊപ്പമാണ്? ഇന്നത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഫലസ്തീൻ വിരുദ്ധ വാർത്തകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണത്രേ. ഫലസ്തീൻ വിരുദ്ധ പോസ്റ്ററുകളും അതുപോലെ വാർത്തകളും ഏറ്റവും കൂടുതലും വരുന്നത് ഇന്ത്യയിൽ നിന്നാണത്രേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടപ്പെടുത്തപ്പെടുന്ന, അത് വിവരിക്കാൻ സമയമില്ല, സമയമുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അർഹനുമല്ല, എന്നെ കൊണ്ട് അതിന് കഴിയേയില്ല. പൊന്നുമക്കള് പീഡിപ്പിക്കപ്പെടുന്ന രംഗം ഓരോ വെടിയൊച്ച കേൾക്കുമ്പോഴും ഇതാണോ എന്റെ തലയിൽ അടുത്ത വെടിയാണോ എന്ന് ചിന്തിച്ചിട്ട് പൊന്നുമക്കൾ നിൽക്കുകയാണ്. ഇസ്രയേലികൾ പറയുന്നു, ജൂതന്മാര് പറയുന്നു, ഞങ്ങൾക്കുള്ളതാണ് ഫലസ്തീൻ എന്ന്. എങ്ങനാടാ നിങ്ങൾക്ക് ഉണ്ടാവുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം 40 കൊല്ലം മുമ്പ് ഇസ്മായിൽ നബിയുടെ കൈ പിടിച്ചിട്ട് കഅബ ഉണ്ടാക്കി. 40 കൊല്ലത്തിന് ഇപ്പുറം ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബിയുടെ കൈ പിടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കി. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന ഇബ്രാഹിം നബിയുടെ മോൻ, ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പേര് ഹിബ്രു ഭാഷയിൽ ഇസ്രയേൽ എന്നാണ്. ആ ഇസ്രയേൽ എന്ന് ഹിബ്രു ഭാഷയിൽ, അറബിക്ക് അതിനർത്ഥം അബ്ദുള്ള എന്നാണ്. അബ്ദുള്ളയും ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഇസ്ഹാഖ് നബിയുടെ മോന്റെ പേര് യാക്കൂബ് എന്ന. ആ യാക്കൂബ് നബിക്ക് 12 മക്കള്. ആ 12 മക്കളെയും പരമ്പരയും പറയുന്നത് ബനു ഇസ്രയേൽ എന്നാണ്. ഇസ്രയേൽ എന്ന് പറഞ്ഞ യാക്കൂബ് നബിയുടെ പേരാണ്. ആ യാക്കൂബ് നബിയുടെ പരമ്പരയിൽ ഒരു മകന്റെ പേരിൽപ്പെട്ടതാണ് യഹൂദി വംശം. ആ യഹൂദികൾ ഇപ്പൊ പറയാണ് ഞങ്ങൾക്കുള്ളതാണ് ഫലസ്തീൻ എന്ന്. അതെങ്ങനാടാ? നിങ്ങളുടെ ഒക്കെ വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വാപ്പയായ ഇസ്ഹാഖ് നബിയുടെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മണ്ണല്ലേ അത്? അല്ലേ? ആലോചിച്ചു നോക്കിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്തത സഹചാരികൾ, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളെ പറ്റി അവര് ഫലസ്തീന്റെ മക്കൾ, ആ ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കളെ പറ്റിയിട്ട് പറയാ, ഇത് നിങ്ങളെ ഇവിടെ നിന്ന് അവസാനത്തെ ആളിനെ ഓടിച്ചിട്ട് ഇന്നിപ്പോ ഇരട്ട പൗരത്വം കൊടുക്കാൻ 2 പാസ്പോർട്ടാണ് ജൂതവെറിയന്മാർക്ക്, വംശവെറിയന്മാർക്കുള്ളത്. എന്തിനാണ്? അവിടെ വന്നിട്ടൊരു ജൂതരാഷ്ട്രം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രകൃതി പോലും ഇവർക്ക് എതിരാകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഹബീബ. പ്രകൃതി പോലും എതിരാകും. അവസാന നിമിഷം വരുമ്പോൾ ഈ ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ യുദ്ധം നടക്കും. ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കും. ആ സമയത്ത് ഇസ്രയേലികൾ ഓടി ഒളിച്ചിട്ട് മരത്തിന്റെയും വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പിന്നിൽ ഒളിക്കും. അന്ന് പ്രകൃതി പോലും മുസ്ലിമിനെ വിളിക്കും, യാ അബ്ദുല്ലാ യാ മുസ്ലിം തആൽ ഖൽഫി യഹൂദിയുൻ ഫഖ്തുലു. കൊന്നുകളയടോ, എന്റെ പുറകിൽ യഹൂദി ഒളിച്ചിരിക്കുക. ഈ കാണുന്ന മരങ്ങൾ, എല്ലാ മരങ്ങളും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇല്ലൽ ഗർഖദ്, ഗർഖദ് മരം ഒഴിച്ച് ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് യഹൂദികളുടെ മരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടപ്പെടുത്തപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾ, ആ മക്കൾക്ക് വേദനകൾ വരുമ്പോ ആ വേദനയോടൊപ്പം നമ്മൾ നിൽക്കണ്ടേ? നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ സങ്കടം വന്നാൽ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് സങ്കടം വന്നതുപോലെ, ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയത് മരിക്കാൻ എനിക്ക് പേടിയില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ ഖുബൈബ് തങ്ങളുടെ അനുയായികളാ ഇന്ന് ഫലസ്തീനിൽ പെടഞ്ഞു വീഴുന്നത്. അവർക്ക് പേടിയില്ല, അവർക്ക് ഒരു ഭയവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് നമ്മളെ സർവ്വ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തും. മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. ശാരീരികമായ എല്ലാ വിഷമങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തും. പക്ഷേ ഈ നമസ്കാരം നമുക്ക് വാങ്ങിത്തരുന്നത് സ്വർഗം മാത്രമല്ല. ഈ നമസ്കാരം നമുക്ക് വാങ്ങിത്തരുന്നത് അല്ലാഹുവിന്റെ സ്വർഗം മാത്രമല്ല. എന്തുകൊണ്ടെന്നറിയോ? സ്വർഗം നമുക്ക് തരാൻ നമസ്കാരം തന്നെയാണ്. അല്ലാഹ് പറഞ്ഞല്ലോ, അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ.
നമസ്കാരത്തിന് രണ്ട് കാര്യങ്ങളാ വേണ്ടത്. സ്വർഗം വേണോ, നമസ്കാരം കൊണ്ട് സ്വർഗം വേണോ? എന്നാൽ ആ നിസ്കാരത്തിന് രണ്ട് കാര്യങ്ങളാ വേണ്ടത്. ഏതൊക്കെയാണെന്നറിയോ? അല്ലാഹ് പറയുന്നു, അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തേത് നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട ഖുശൂഅ. രണ്ടാമത്തേത് വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ. നമസ്കാരത്തിലുള്ള സൂക്ഷ്മതയാ. ഒന്ന് ഖുശൂഅാണ്, മറ്റൊന്ന് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാനുള്ള നമ്മുടെ സൂക്ഷ്മതയാണ്. അല്ലാഹ് പറയുന്നു, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ട രണ്ട് ക്വാളിറ്റി ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. അത് ഖുശൂആണ്. ഇത് നിസ്കാരത്തിന് മുമ്പല്ല വേണ്ടത്, കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയാ. ഖുശൂ വേണ്ടത് കൈകെട്ടിയത് മുതൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് സലാം വീട്ടുമല്ലോ. അസ്സലാത്തു മുഫ്തതഹത്തും ബിത്തക്ബീരി വ മുഖ്തതമത്തും ബിത്തസ്ലീമി. നമസ്കാരം എന്ന് പറയുന്നത് സലാം കൊണ്ട് അവസാനിക്കുകയും തക്ബീർ കൊണ്ട് തുടങ്ങുകയും ചെയ്യുന്നതാണല്ലോ. അത് ഹിയ അഖ്വാലും വ അഫ്ആൽ. അത് ചില വാക്കുകളും പ്രവൃത്തികളുമാണല്ലോ. ഇത് പണ്ട് മുതലേ മദ്രസയിൽ പഠിച്ചതാ. ഈ നമസ്കാരത്തിന് കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ വേണ്ടത് എന്താണ്? ഖുശൂഅ. ഇത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹ് പറഞ്ഞതാ. പക്ഷെ കൈകെട്ടുന്നതിന് മുമ്പുണ്ടാകേണ്ട ഒരു സംഗതിയുണ്ട്. വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിളൂൻ. അത് നമസ്കാരത്തെ സൂക്ഷിക്കുന്ന കാര്യമാ. ഇത് വേണ്ടത് നിസ്കാരത്തിന് മുമ്പാണ്. ഈ പറയുന്നത് നിസ്കാരം കൈകെട്ടി സലാം വീട്ടുന്നത് വരെ വേണ്ടത് ഖുശൂആണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹുബ്ബിബ ഇലയ്യ തീബു വന്നിസാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഗന്ധദ്രവ്യങ്ങളും എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ. വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാ. നമസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ എന്റെ കണ്ണിന് ആനന്ദമാ, കുളിർമയാ. അത് നിസ്കാരത്തിന്റെ ആ അകക്കാമ്പ് തൊട്ടറിയുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്നതാ. അതുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ, കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ. പിന്നെ സൂക്ഷ്മത എന്ന് പറയുന്നത് നിസ്കാരത്തിന് മുമ്പാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടൂ. ഒന്ന്, നിസ്കാരത്തിന് മുമ്പ് മുഹാഫലത്ത്. അതേതാ? കൃത്യമായ സമയം പാലിക്കുക, ബാങ്ക് ഉണ്ടാകുമെന്നൊരു ബോധം ഉണ്ടാവുക. ഇതൊക്കെയാണ് ആദ്യം വേണ്ടത്. കൈകെട്ടി കഴിഞ്ഞാൽ സലാം വീട്ടുന്നത് വരെ വേണ്ടത് ഖുശൂആൻ, ഖാശിഊൻ. അള്ളാഹുവിന് വേണ്ടി ഭക്തിയുള്ളവരാകണം. ഇങ്ങനത്തെ നിസ്കാരക്കാർക്ക് സ്വർഗം കിട്ടും. പക്ഷെ അത് നമ്മൾ ഒത്തിരി കേട്ടതാ. അതുകൊണ്ട് തന്നെ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒട്ടും ഞാൻ പ്രസംഗം ഇനി വിശദീകരിക്കുന്നില്ല. നിസ്കാരം കൊണ്ട് നമുക്ക് നരകവും കിട്ടും. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം എന്റെ ഇക്കൊല്ലത്തെ പ്രസംഗം ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിച്ചോളാം. അള്ളാഹു നമ്മളെ ബോധമുള്ള നിസ്കാരക്കാരാക്കി മാറ്റട്ടെ. നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടും. അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിന്റെ സമയം സൂക്ഷിക്കണം. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഒപ്പം കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ ഖുശൂ ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾ സൂറത്തുൽ മുഅ്മിനീൻ അല്ലാഹു പറഞ്ഞതാ. അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് എന്തായാലും സ്വർഗം തന്നെയാ. പക്ഷേ ഈ നമസ്കാരം കൊണ്ട് നരകം കിട്ടുന്നത് ആർക്കെന്നറിയോ? അല്ലാഹു പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം, നിസ്കാരമുള്ളവർക്കാണ് സർവനാശം. അവരുടെ നിസ്കാരത്തിന് രണ്ട് പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അതിൽ ഒന്നാമത്തേത് അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. ഒന്നാമത്തേത് അശ്രദ്ധയാണ്. നമസ്കാരത്തിലുള്ള അശ്രദ്ധയാണ്, മറതിയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം എന്ന് പറയുന്നതിനെ മറന്നുപോകൽ, അതിനെ അശ്രദ്ധമായി അവഗണിക്കുക എന്ന് പറയുന്നത് അല്ലാഹു പറയുന്നു, ആ നമസ്കാരം കൊണ്ടവന് ശിക്ഷ തന്നെയാ. അൽ മുനാഫിഖൂന അല്ലദീന യുസല്ലൂന ഫിൽ അലാനിയതി വലാ യുസല്ലൂന ഫിസ്സിരി. നമ്മളിൽ പലരും അങ്ങനെയല്ലേ? ആള് നിൽക്കുമ്പോ നീണ്ട നിസ്കാരം, ആരുമില്ലയോ കോഴി കൊത്തുന്നത് പോലുള്ള നിസ്കാരം. ഇത് മുനാഫിക്കിന്റെ നിസ്കാരമാണ്. ഈ നിസ്കാരക്കാരൻ അല്ലാഹു കൊടുക്കുന്ന സ്വർഗമല്ല, നരകമാണ്. നരകമാണ്. സഹോദരങ്ങളെ,
അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ആ നമസ്കാരം ശറഇല് അള്ളാഹു വെച്ച സമയമുണ്ട്. ശരീഅത്ത് നടപ്പിലാക്കിയൊരു സമയമുണ്ട്. ആ സമയത്ത് നീ നിസ്കരിക്കണം. അതല്ലാതെ പ്രിയപ്പെട്ടവരെ തോന്നുമ്പോഴല്ല നിസ്കരിക്കേണ്ടത്. അതാണ് നമസ്കാരത്തിന്റെ അശ്രദ്ധ എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടി അല്ല പറഞ്ഞു, നിസ്കാരക്കാരൻ തന്നെയാണ്. പക്ഷെ അവന്റെ നിസ്കാരം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അല്ലദീനഹും കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിക്കകത്ത് നിൽക്കുകയാ. വാപ്പ മാമയല്ലേ, അമ്മോശനല്ലേ, അമ്മായിയപ്പനല്ലേ, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അറിഞ്ഞോട്ടെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ റുക്കോകളെ നീട്ടുന്ന ചെറുപ്പക്കാരാ. ആരോ വന്നപ്പോ നിസ്കാരത്തിലെ ഭക്തി നീട്ടി കാണിക്കുന്നവരെ അവരാളുകളെ കാണിക്കുന്ന പ്രകടന പരതക്കാരാ. അങ്ങനെയുള്ള നിസ്കാരക്കാർക്കും അല്ല സർവനാശം കൊടുക്കുകയാ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം അതിന് കൃത്യമായ അല്ലാഹു കിതാബം മൗഖൂത്താക്കി ഒരു ബന്ധിതമായ സമയമുണ്ട്. ആ സമയത്തിന്റെ അപ്പുറത്തേക്ക് നിസ്കാരത്തെ കൊണ്ടുപോകാൻ നമ്മളാളല്ല. ഒരു നിമിഷം ചിന്തിച്ചു നോക്ക്, സൂര്യൻ എപ്പോഴാണ് ഉദിക്കുന്നത്? ആ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് സുബഹി അല്ല വെച്ചത്. അതിന് മുമ്പ് സുബഹി നിസ്കാരം വെച്ചു. എന്താ അതിന്റെ ഹിക്മത്ത് എന്നറിയോ? ഇമാം റംലി റഹിമഹുല്ല പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന് മരണപ്പെട്ട് ആഖിറത്തിൽ പോകുന്നത് വരെയാണ് 5 നേരത്തെ നിസ്കാരം സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കി എടുക്കണേ, ഒരു മനുഷ്യന്റെ ജനനം എങ്ങനാണ്? അവനവന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉദിക്കുകയാ. അതേ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ സുബഹി നിസ്കാരം ഒരു മനുഷ്യന്റെ ജനനത്തെ സൂചിപ്പിക്കുകയാ. എന്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സുബഹി നിസ്കാരം നിങ്ങളുടെ ജനനത്തെയാണ് അല്ലാഹു സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് വന്നു. ആ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വരുന്നത് പോലെ ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇങ്ങനെ സമയം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഉച്ച നേരം എത്തുകയാ. സൂര്യൻ നേരെ തലയുടെ മുകളിൽ വരികയാ. അപ്പോഴും നിങ്ങളെ നിഴല് കാണാൻ പറ്റൂല. അത് കാലിനടിയിലേക്ക് പോവുകയാ. വീണ്ടും അത് പടിഞ്ഞാറോട്ട് തെറ്റുമ്പോഴാണ് ലൊഹറിന്റെ സമയമാവുക. ആ ലൊഹറിന്റെ സമയത്ത് നിങ്ങൾ നോക്ക്, സൂര്യൻ അതിന്റെ താപം വിസർജിക്കുമ്പോ ശരീരം അതാ ചോര തിളയ്ക്കുകയാ. വിയർപ്പ് കണങ്ങളെ ശരീരത്തിലൂടെ പുറത്തു വരികയാ. അത് മഹാന്മാരായ റംലിമാമിനെ പോലുള്ള മഹത്തുക്കൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ യൗവനത്തെ സൂചിപ്പിക്കുന്നതാണ് ലൊഹർ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് രക്തം തിളയ്ക്കുന്ന ഒരു സമയമാണല്ലോ. അതേപോലെ മനുഷ്യ ശൈശവത്തിൽ നിന്ന് സുബഹി നിന്റെ ജനനത്തെ സൂചിപ്പിച്ച് നീ അവിടെ നിന്ന് ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് നീ കടന്നു വന്ന യൗവനത്തിലാണ് നിന്റെ ചോര തിളയ്ക്കുന്നത്. അപ്പോഴാണ് നിന്റെ തിളപ്പിന്റെ സമയം. അതാണ്, അത് ലൊഹറാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സൂര്യന് പടിഞ്ഞാറേക്ക് ഇങ്ങനെ വളയുകയാണ്, കുനിയുകയാ. നേരത്തെ പോലെ ചൂടില്ല, നേരത്തെ പോലെ തന്നെ സൂര്യന്റെ പ്രകാശവുമില്ല. ഇപ്പൊ ഇതാ ഒരു ചെറിയ വെട്ടം മാത്രമേ ഉള്ളൂ. എന്നാലും ചെറിയ വെട്ടമല്ല, പക്ഷേ ചൂട് കഠിനമല്ല, എന്നാലും ചൂടുണ്ട് താൻ. പ്രിയപ്പെട്ടവരെ, അത് ഇങ്ങനെ പടിഞ്ഞാറേക്ക് കുനിയുമ്പോഴാണ്, അത് നിന്റെ വാർദ്ധക്യമാണ് മോനെ, അത് നിന്റെ വാർദ്ധക്യമാണ്. അസർ, ആ സമയത്താണ് പള്ളിയിൽ അസറിന് ബാങ്ക് കൊടുക്കുക. അത് നിന്റെ വാർദ്ധക്യമാണ്. പഴയ പോലുള്ള കാഴ്ച നിനക്ക് പിടിക്കുന്നില്ല, പഴയതുപോലുള്ള ആരോഗ്യം നിനക്കില്ല, നിനക്ക് നന്നായിട്ട് നടക്കാനും പറ്റുന്നില്ല. അത് നീ നിന്റെ സൂര്യന് പടിഞ്ഞാറേക്ക് കുനിഞ്ഞു വളഞ്ഞതുപോലെ നീയും വളഞ്ഞിരിക്കുകയാണ്. ഉച്ചക്കുള്ള തിളപ്പും ചൂടും പ്രകാശവും ഇപ്പോഴില്ല. അതുപോലെ പണ്ടത്തെ യൗവന സമയത്തുള്ള കാര്യങ്ങളൊന്നും നിനക്കിപ്പോ അറിയാൻ പറ്റുന്നില്ല. അലാലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. യുവത്വം മടങ്ങി വന്നാൽ വാർദ്ധക്യം എന്നോട് ചെയ്ത നരകനോട് ചെയ്തതെല്ലാം ഞാൻ അതിനോട് പറയുമെന്ന് പറഞ്ഞതുപോലെ സൂര്യൻ തിരിച്ചിങ്ങോട്ട് വരില്ല, യൗവനം തിരിച്ച് വാർദ്ധക്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരില്ല. പ്രിയപ്പെട്ടവരെ, അസർ കഴിഞ്ഞു, സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കുകയാ. ചെറിയ വെട്ടമുണ്ട്, എന്നാലും തീരെ ചൂടൊന്നുമില്ല. പൊന്നുമോനെ, അത് മഗ്രിബിന്റെ സമയമാണ്. മഗ്രിബിന് പള്ളിയിൽ വരുമ്പോ മുന്നിൽ നിൽക്കുന്ന
ആളുകളെ കാണാം, സൂര്യൻ അസ്തമിച്ചെങ്കിലും നിനക്ക് ചെറിയ വെട്ടമുണ്ട്. ഇതൊരു മനുഷ്യന്റെ മരണമാ. സൂര്യന് ഉദിക്കുന്നത് അവന്റെ ജനനമാണെങ്കിൽ സൂര്യന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്നത് അത് നിന്റെ മരണം തന്നെയാണ്. മഗ്രിബ് നിന്റെ മരണമാണ് മോനെ. പക്ഷെ ആളുകൾ പറയുമല്ല, അവൻ ഉണ്ടായിരുന്നല്ലോ, അവൻ അങ്ങനെ ആയിരുന്നല്ലോ, അവൻ ഇങ്ങനെ ആയിരുന്നല്ലോ. ആളുകൾ നിന്നെ മറന്നിട്ടില്ല. ഏതുപോലെ മഗ്രിബായപ്പോഴും നീ സൂര്യന്റെ പ്രകാശത്തിന്റെ അരുണകിരണങ്ങൾ ഇങ്ങനെ നിനക്ക് നിന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ കാണിച്ചു തരുമ്പോൾ മരണപ്പെട്ടു പോയാലും ആളുകൾ നിന്നെ പറ്റമറക്കുന്നില്ല. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ 1 മണിക്കൂർ 20 മിനിറ്റ് കഴിയുമ്പോൾ ഇശാണ്. സൂര്യനെ പറ്റി എല്ലാവരും മറന്നു. ആ സൂര്യന്റെ പ്രകാശം തീരെ ഇല്ല. അത് ആഖിറമാ. എന്തുകൊണ്ടെന്നറിയോ? നീ മരണപ്പെട്ടതിന് ശേഷം നിന്നെ പറ്റി പറയുന്ന ആരും തന്നെ ഇല്ല. നിന്റെ വീട്ടിൽ കല്യാണം നടന്നു, പക്ഷെ നീ അവിടെ നിന്നെ പറ്റി ഒരു പറച്ചിലില്ല. എല്ലാം മറന്നു. നിന്നോ കെട്ടിപ്പിടിച്ചവൾ ചുംബനമതന്നില്ലേ, അവളന്യമെറ്റയിൽ പെട്ടൊരത്ഭുതമല്ലേ. ഭർത്താവ് മരിച്ചു പോകുന്ന ഭാര്യ, ആ ഭാര്യ മറ്റൊരുത്തന് വിവാഹിതയാവുകയാ. ഭർത്താവ് മരിച്ചു പോകുന്ന ഭാര്യ മാത്രമല്ല, ആ ഭർത്താക്കന്മാരുടെ വിരിപ്പിൽ മറ്റൊരു ഭാര്യ വരികയാണ്. അതല്ലേ കവി പറഞ്ഞത്, കെട്ടിപ്പിടിച്ചവൾ ചുംബനമതന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടൊരത്ഭുതമല്ലേ. അത്ഭുതമാണ്. അതെ, ആരും നിന്നെ പറയുന്നില്ല, പള്ളികളിൽ നിന്നെ പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ മരിച്ചുപോയി 40, 50, 60 കഴിഞ്ഞ പിന്നെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും നിന്റെ വാപ്പയുടെ പേരാരും പറയുന്നില്ല. പക്ഷെ മരിച്ച് 3 ദിവസം വരെ അല്ല, 7 വരെ അല്ല, 40 വരെ പറഞ്ഞു. ഓ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, അല്ലാഹുവേ എത്ര പെട്ടെന്ന് എന്നൊക്കെ പറയും. ഏതുപോലെ മഗ്രിബിനെ നീ കണ്ട വെളിച്ചം, നിന്റെ മുമ്പിൽ ആളുകളെ കാണാൻ പറ്റുന്ന വെളിച്ചം, സൂര്യൻ അസ്തമിച്ചെങ്കിലും നിന്നതുപോലെ മരിച്ചപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് നീ പറ്റയില്ല, അത് ഇശായാണ്. ആ ഇശാ എന്ന് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നിന്റെ ആഖിറത്തെ സൂചിപ്പിക്കുകയാ. ഇതെന്റെ വാക്കല്ല, ഇമാം റംലിയുടെ വാക്കാണ് റഹിമഹുല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 5 നേരത്തെ നിസ്കാരം ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയല്ല, ജനനം മുതൽ ആഖിറം വരെയുള്ള കാര്യമാണ്. A to Z ആണ്. അവന്റെ ബർത്ത് മുതൽ ഡെത്ത് വരെയാണ്. അടുത്ത ആഖിറമെന്ന മറ്റൊരു ലോകത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മാനസിക വ്യഥകളിൽ നിന്ന്, ശാരീരിക രോഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യന്റെ എല്ലാ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു മുന്നിൽ വെച്ച ഇബാദത്ത് നിസ്കാരമാണ്. ഒപ്പം സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഭയഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ആ നമസ്കാരത്തിനെ സൂക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്, സമയം മാറ്റിയിട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് തരുന്ന നരകത്തിന്റെ സമ്മാനമാണ്. അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കാത്തു രക്ഷിക്കട്ടെ.